തലസ്ഥാനത്ത് ഇനി ചെറു സിനിമകളുടെ പൂക്കാലം. നൊമ്പരവും സന്തോഷവും ആകാംക്ഷയുമൊക്കെ കോർത്തിണക്കിയ ചെറു സിനിമകളും ഡോക്യുമെൻ്ററികളും കാണാനായി തലസ്ഥാനത്തേക്ക് ജനങ്ങൾ എത്തിച്ചേരുകയാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ചിരിക്കുന്ന 16ാമത് IDSFFK തലസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞു. വരെ നടക്കുന്ന മേളയിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്ര വിഭാഗങ്ങളിലായി 335 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 750ഓളം ഡെലിഗേറ്റുകളും 200ഓളം വിദ്യാർത്ഥികളുമാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു നോൺ ഫിക്ഷൻ ഫിലിം മേക്കിങ്ങിൻ്റെ രാജ്യത്തെ തന്നെ ഫിലിം മേക്കേഴ്സ്, അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സും പുതുതലമുറയിലെ ഫിലിം മേക്കേഴ്സ് ഒരുപോലെ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് IDSFFK മാറിയിട്ടുണ്ട്. നമ്മളിത് 16th എഡിഷനിലെത്തുകയാണ്. ഇത് 2008 ഇൻ്റർനാഷണൽ വീഡിയോ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന രീതിയിൽ വളരെ ചെറിയൊരു ഫെസ്റ്റിവലായി നമ്മൾ ആരംഭിക്കുകയും ഇന്ന് ഏതാണ്ട് IFFKയോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ളൊരു വലിയ ഫെസ്റ്റിവലായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ തുടർ വർഷങ്ങളിൽ ഈ ഫെസ്റ്റിവൽ വലിയൊരു എക്സ്റ്റൻഷൻ ഇതിനുണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വർഷങ്ങളായി ഈ മേളയിൽ എത്തുന്നവർ പുതുമയുള്ള ചിത്രങ്ങൾ തിരയുമ്പോൾ ആദ്യമായി എത്തുന്ന യുവത്വത്തിന്റെ മുഖത്ത് കൗതുകവും ആകാംക്ഷയുമാണ്. അറ്റ്മോസ്ഫിയർ വളരെ നല്ലതായിരിക്കും. നമുക്ക് ഒത്തിരി ഗ്ലോബൽ ആയിട്ടുള്ള കണ്ടന്റ് എക്സ്പോഷർ ആണല്ലോ കിട്ടുന്നത് നമുക്കിത്. ഞങ്ങൾ മീഡിയ സ്റ്റുഡൻസ് തന്നെയാണ്. ഞങ്ങളവിടെ അമൃതയിൽ എടപ്പള്ളി ക്യാമ്പസിൽ മീഡിയ പഠിക്കുകയാണ്. അപ്പം നിങ്ങളിതിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ്. സിനിമകളെ ഇഷ്ടപ്പെടുന്നവരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒരുപോലെ പരിശ്രമിച്ചതിന്റെ ഫലമാണ് 6 ദിവസങ്ങളിലായി നടക്കുന്ന IDSFFK. കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരുപാട് ഡോക്യുമെൻ്ററികളുടെയും ഷോർട്ട് ഫിലിമുകളുടെയൊക്കെ ഒരു പ്രൊഡക്ഷന് വലിയ പ്രചോദനമായിട്ട് ഈ ഫെസ്റ്റിവൽ മാറുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, ഒരു നിറഞ്ഞ വളരെ സീരിയസ് ആയി സിനിമയെ കാണുന്ന ആളുകൾ എത്തിച്ചേരുന്ന ആ ഒരു അംഗീകാരം പുതുതലമുറയിലെ ആളുകൾക്ക് ഒരുപാട് പേർക്ക് ഇവിടെ ഫിലിം അവർ നമ്മളുമായിട്ട് അത് പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം നമുക്കറിയാം, നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിംസ് ഉണ്ട്. നമുക്ക് ലോങ് ഡോക്യുമെൻ്ററീസ്, ഷോർട്ട് ഡോക്യുമെൻ്ററീസ്, ഷോർട്ട് ഫിലിംസ്, ഒരു ആഫ്രിക്കൻ ഷോർട്സിൻ്റെ ഒരു പാക്കേജ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിദേശ മേളകളിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ കാണാനുള്ള ഒരു അവസരം നമുക്കുണ്ടാവുന്നു. സോഫാർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഒരുപാട് മീനിങ് ഫുള്ളായിട്ടുള്ള ഡോക്യുമെൻ്ററീസ് കണ്ടു. 16 വർഷം പിന്നിടുമ്പോൾ ഏറെ വെല്ലുവിളികളും മുന്നിലുണ്ട്. ചലഞ്ചസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു തിയേറ്റർ കോംപ്ലക്സിനുള്ളിൽ നിന്ന ഒരു ഫെസ്റ്റിവൽ ആരംഭിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 1000ഓളം പേര് കഴിഞ്ഞു. ഇപ്പോൾ വാക്കിൻ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആളുകളെ നമുക്ക് ഈ ഒരു കോംപ്ലക്സിലെ 3 തിയേറ്ററിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവൽ ഒരു വളർച്ചയുടെ ഒരു മുനമ്പിൽ നിൽക്കുമ്പോൾ IFFK പോലെ മൾട്ടിപ്പിൾ വേദികളിലേക്ക് ഈ ഫെസ്റ്റിവൽ പോകേണ്ട ഒരു സമയമായിരിക്കും എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായി ചലച്ചിത്ര അക്കാദമി കാണുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ വലിയൊരു ഫെസ്റ്റിവൽ വരുമ്പോൾ അതിൻ്റെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക, അതുമായിട്ടുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകർ ഇപ്പോൾ ഇൻ്റർനാഷണലിൽ നിന്നൊക്കെ നമുക്ക് ചലച്ചിത്ര പ്രവർത്തകർ ഇവിടെ ഈ ഡോക്യുമെൻ്ററി ഫിലിം മേക്കേഴ്സിനൊക്കെ എത്തിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മുടെ പ്രേക്ഷകർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഭാവിയിൽ നമ്മളുണ്ടാകുന്ന ഒരു വലിയ ചലഞ്ച്. തിരുവനന്തപുരം, കൈരളി, ശ്രീ നിള തിയേറ്ററുകളിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 55 രാജ്യങ്ങളിൽ നിന്നുള്ള 355 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. വെള്ളിയാഴ്ച രാവിലെ മുതൽ 3 തിയേറ്ററുകളിലും പ്രദർശനം ആരംഭിച്ചു. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ലക്ഷ്മി രേണുക, M5 ന്യൂസ്, തിരുവനന്തപുരം.